ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് മസനഗുഡി ടു ഊട്ടി ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ മുമ്പത്തെ വീഡിയോസൊന്നും കാണാത്തവർ വേഗം പോയിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമ്മളിവിടെ മസനഗുഡി റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ താഴെ പോയി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഊട്ടിയിലോട്ട് പോവാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശ ഇഡ്ഡലി ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇപ്പം നമ്മൾ മസനഗുഡി റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഊട്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഊട്ടിയിലോട്ട് 29 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. നമ്മളൊരു 45 മിനിറ്റ്സിലെത്തും. മസനഗുഡി ടു ഊട്ടി ഒരു 36 ഹെയർ പിൻ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊട്ടിയിൽ എത്തുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ റിസോർട്ടിലത്തെ മലയാളി ചേട്ടന്മാരായിരുന്നു. അവർ പറഞ്ഞു നമ്മളോട് ആ റൂട്ട് പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഗൂഡല്ലൂർ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം കവർ ചെയ്യാൻ പറ്റും. കൂടുതൽ സൈഡ് സീൻസും വളരെ നല്ല റോഡും ഗൂഡല്ലൂർ കൂടി പോകുമ്പോഴാണ് നമുക്ക് ഷൂട്ടിംഗ് പോയിൻ്റ്, പൈക്കര ലേക്ക്, പൈക്കര വാട്ടർഫോൾസ്, അങ്ങനെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ട്സ് നമുക്ക് കവർ ചെയ്തുകൊണ്ട് തന്നെ ഊട്ടിയിലെത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡിസ്റ്റൻസ് വരുന്നത് ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ അത് ഒരു 20 കിലോമീറ്റർ എക്സ്ട്രാ ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാ സ്പോട്സും കണ്ടുകൊണ്ട് തന്നെ പോകാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഊട്ടിയിൽ ചെന്നിട്ട് ചെക്ക് ഇൻ ചെയ്ത് പിന്നെ നമ്മൾ ഈ പ്ലേസസ് ഒക്കെ കാണാൻ വരാമെന്നുണ്ടെങ്കിൽ വീണ്ടും ഊട്ടിയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ എടുക്കും. ഈ 9th മെയിലും പൈക്കര ലേക്കൊക്കെ കാണാൻ വരണമെങ്കിൽ വീണ്ടും നമ്മൾ സെയിം റൂട്ടിലോട്ട് തന്നെ ഊട്ടിയിൽ നിന്ന് വരേണ്ടതായിരിക്കും. അതിന് പകരം നമ്മൾ പോകുന്ന വഴി ഈ ഗൂഡല്ലൂർ കൂടി പോകാമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും കവർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ റിസോർട്ടിലത്തെ ചേട്ടന്മാരാണ് പറഞ്ഞു തന്നത്. പിന്നെ പോകുന്ന വഴിയും വളരെ മനോഹരമാണെന്ന് പറഞ്ഞു. നല്ല സൈഡ് സീനും നല്ല റോഡുമാണ്. കമ്പയർ ടു 36 ഹെയർ പിൻ കയറുന്നതിനായിട്ടും ഈ റൂട്ടാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഗൂഡല്ലൂർ കൂടിയാണ് ഊട്ടിയിലോട്ട് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാഴ്ചയാണ് കേട്ടോ, കാക്കേര ഒരു അമ്പലം. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് അറിയുന്നവർ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാക്കേര 3 സ്റ്റാച്ചു പോലെയൊക്കെ വെച്ച് വെക്കണ കണ്ടോ? നമ്മൾ മയിലിൻ്റെ ഒക്കെ മുരുകൻ്റെ അമ്പലത്തിൽ വെക്കുന്നത് പോലെ തന്നെ കാക്കേര ഇത് വെച്ചിട്ടുണ്ട് അവിടെ. പോകുന്ന വഴിക്ക് നിറയെ പൈൻ ഫോറസ്റ്റുകൾ കാണാം കേട്ടോ. നമ്മുടെ ഈ വഴികൾ തന്നെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലില്ലേ, നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളൂ. അവിടെ നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് ആ റൂട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ. നമുക്ക് കാറിലിരുന്ന് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ അറിയുള്ളൂ. നിറയെ ഇങ്ങനെ പൈൻ മരങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഉള്ള ഒരു ഫീലിങ്സ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. നമ്മളിങ്ങനെ യാത്ര ചെയ്യും തോറും നമ്മളെ മനസ്സിനെയും കൊതിപ്പിക്കുന്ന അതിമനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ. സൈഡ് സീനുകളൊക്കെ വളരെ മനോഹരം എന്നല്ലാതെ എന്താ പറയുക, നമ്മളെല്ലാ സ്ഥലത്തും നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കാനും നമുക്ക് വീഡിയോ എടുക്കാനും നമുക്ക് കാണേണ്ട സ്പോട്ടുകളാണ്. അത്രയും നല്ലൊരു റൂട്ടാണ് കേട്ടോ ഈ ഗൂഡല്ലൂർ വഴി. നമ്മുടെ റിസോർട്ടിലത്തെ ചേട്ടന്മാർ പറഞ്ഞത് ഒരിക്കലും തെറ്റിയില്ല. മസനഗുഡി ടു ഊട്ടി റൂട്ടിനേറ്റവും ഏറ്റവും നല്ലത് ഗൂഡല്ലൂർ കൂടിയാണ് പോകേണ്ടതെന്ന് ഞാൻ മസ്റ്റായിട്ട് എല്ലാവരോടും ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. പോയൊരു അനുഭവം നിങ്ങളിലോട്ട് പറയും തോറും എനിക്ക് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ എനിക്ക് വീണ്ടും ആ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. തേയിലത്തോട്ടത്തിൻ്റെ മുകളിൽ മഞ്ഞ് മൂടി കിടക്കുന്നതും ആ തണുപ്പും ആ കാറ്റും അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്തോ കാട്ടുപന്നി ഇങ്ങനെ ഭക്ഷണമൊക്കെ പുല്ലൊക്കെ തിന്ന് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഏകദേശം എത്താറായി. ഇനി ഒരു 20 കിലോമീറ്ററും കൂടി ഉള്ളൂ. ഇവിടുന്ന് ഒരു 30 മിനിറ്റ്സ് ഡിസ്റ്റൻസ് ഉണ്ടാവും കേട്ടോ ഊട്ടിയിലോട്ട്. അപ്പം നമ്മൾ ലഞ്ച് കഴിച്ചതിന് ശേഷം ഇനി കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകൾ വരുന്നുണ്ട്. അതൊക്കെ കവർ ചെയ്തിട്ട് പതുക്കെ റിസോർട്ടിലെത്താമെന്ന് പ്ലാൻ ചെയ്തോക്കാണ്. ലഞ്ചിന് നമ്മൾ മീൽസാണ് ഓർഡർ ചെയ്തത്. സാമ്പാർ, ഉപ്പേരി, ഫിഷ് കറി, മുട്ട ഓംപ്ലേറ്റ്. അപ്പോൾ നമുക്ക് വേഗം ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. ഇനി ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണവും നഗരസഭയുമാണ്. ക്യൂൺ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നാണ് ഊട്ടി അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ വേനൽക്കാല ആസ്ഥാന കേന്ദ്രമായാണ് ഇതിനെ വികസിപ്പിച്ചു കൊണ്ടുവന്നത്. ഇന്ത്യയിലെ നീലക്കുറിഞ്ഞി പൂക്കുന്ന അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത്. നമ്മൾ അടുത്തതായി പോകുന്നത് പൈക്കര ലേക്കിലേക്കാണ്.
ഊട്ടിയിൽ നിന്ന് 19 കിലോമീറ്റർ അകലെയുള്ള ഒരു നദിയാണ് പൈക്കര. പ്രദേശവാസികൾ ഒരു പുണ്യനദിയായാണ് പൈക്കര നദിയെ കാണുന്നത്. മുകുർത്തി കുന്നുകളുടെ ഉയരങ്ങളിൽ നിന്നാണ് പൈക്കര നദി ഉത്ഭവിക്കുന്നത്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെ പൈക്കരയിലെ ഉരുളുന്ന വെള്ളം ശാന്തമായ നീല ജലസംഭരണിയായി മാറുന്നു. നീലഗിരിയിലെ പച്ച മൂടൽമഞ്ഞു കുന്നുകളുടെ പശ്ചാത്തലത്തിൽ ഉയരമുള്ള പൈൻ മരങ്ങളാൽ അതിരുന്ന പൈക്കര തടാകത്തിന്റെ വെള്ളത്തിന്റെ കാഴ്ച ശരിക്കും ആകർഷകമാണ്. ശാന്തമായ അന്തരീക്ഷവും ആകർഷകമായ കാഴ്ചകളും പൈക്കരയെ ഊട്ടിയിലെ മികച്ച ബോട്ടിംഗ് കേന്ദ്രമാക്കി മാറ്റുന്നുണ്ട്. നീലഗിരിയുടെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളുടെയും താഴ്വരകളുടെയും പശ്ചാത്തലത്തിൽ പൈക്കര മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ വരയ്ക്കുന്നു. ഈ പുൽമേടുകൾ നീലഗിരിയിൽ താമസിക്കുന്ന ദ്രാവിഡ വംശീയ വിഭാഗമായ ടോഡസിന്റെ ആവാസ കേന്ദ്രമാണ്. തോട കുഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലുള്ള പൈക്കരയും അവരുടെ പരമ്പരാഗത വാസസ്ഥലങ്ങളും ട്രെക്കിംഗ് ചെയ്യുന്നവർക്ക് അതിമനോഹരവും പ്രകൃതി ദൃശ്യങ്ങൾ പ്രദാനം ചെയ്യുന്നു. പൈക്കര ബോട്ടിങ്ങിന് ടിക്കറ്റ് റേറ്റ് വരുന്നത് 8 സീറ്ററിന് 1200, 10 സീറ്റർ ബോട്ടിന് 1500, പിന്നെ 2 സീറ്റർ ഉണ്ട്, സ്പീഡ് ബോട്ട് ഉണ്ട്, അങ്ങനെ വരുന്നുണ്ട്. അപ്പം നമുക്ക് വേഗം ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിങ്ങിൽ പോയിട്ട് പായ്ക്കര നദിയുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചിട്ട് വരാം. ഞങ്ങൾ 8 സീറ്റർ ബോട്ടിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾക്കൊരു ഫാമിലീനെ കിട്ടി, 5 മെമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് 8 സീറ്റർ ബോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് മനോഹരമായ പായ്ക്കര നദിയുടെ വിശേഷങ്ങളും കണ്ടൽ കാടുകളും എല്ലാം കണ്ടിട്ട് വേഗം തന്നെ തിരിച്ചു വരാം. വെയിറ്റ് മനോഹരമായ പായ്ക്കര ലേക്കിലെ ഒരു ബോട്ടിങ്ങിന് ശേഷം നമ്മൾ തിരിച്ച് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് പോയിൻ്റാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത്. നമുക്ക് അവിടെ എത്തിയിട്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വേഗം കടക്കാം. ഊട്ടി പട്ടണത്തിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അഥവാ 9th മൈൽ അകലെയാണ് ഷൂട്ടിംഗ് പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. നീലഗിരിയിലെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾക്കിടയിലുള്ള പുൽമേടുകളുടെ മനോഹരമായ ഒരു പാച്ച് മുമ്പ് വെൻലോക്ക് ഡൗൺസ് എന്ന് അറിയപ്പെട്ടിരുന്നു. മൂടൽമഞ്ഞ് പൊതിഞ്ഞ പച്ച പുൽമേടുകളുടെ ഈ വിശാലമായ വിസ്തൃതി ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ ജനപ്രിയ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു. നിലയ്ക്കാത്ത ചെരിവുകളുടെയും സമൃദ്ധമായ വനപ്രദേശങ്ങളുടെയും ഈ അതിശയകരമായ പുൽമേട് നിരവധി സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുണ്ട്. അതിനാൽ പ്രദേശവാസികൾ ഇതിനെ ഷൂട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് മേട് എന്നും വിളിക്കുന്നു.
Okay. Yami orada. നടന്ന് നടന്ന് കാലുകളെല്ലാം ക്ഷീണിച്ചെങ്കിലും പ്രകൃതിയുടെ ഈ മനോഹരമായ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് നൽകുന്നത്. നമുക്കപ്പോൾ ഷൂട്ടിംഗ് പോയിന്റ് വിശേഷങ്ങളിലേക്ക് കടക്കാം. പശ്ചിമഘട്ടത്തിൻ്റെ സവിശേഷമായ സമൃദ്ധമായ ഷോലവനങ്ങളാൽ കാണപ്പെടുന്ന ഈ പുൽമേടുകളും ജൈവവൈവിധ്യത്തിൻ്റെ ഹോട്ട്സ്പോട്ടും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സ്ഥലവുമാണ്. നീലഗിരിയിലെ ഈ സ്വർഗീയ ലഘുലേഖയിലെ അവസാനിക്കാത്ത അലകളുടെ പുൽമേടുകളും സമൃദ്ധമായ മൂടൽമഞ്ഞ് നിറഞ്ഞ കുന്നുകളും ഫോട്ടോഗ്രാഫർമാരുടെ ഒരു പർദീസയാണ്. കൂടാതെ വർഷം മുഴുവനും സിനിമാ സംഘങ്ങളുടെ കൂട്ടത്തെ ആകർഷിക്കുന്നു. നഗരജീവിതത്തിൻ്റെ മടുപ്പിക്കുന്ന ശബ്ദങ്ങളിൽ നിന്ന് വിശ്രമം തേടുന്ന വിനോദസഞ്ചാരികൾക്ക് ഇത് അനുയോജ്യമായ സ്ഥലമാണ്. വെളുത്ത ആടുകൾ മേയുന്ന പുൽമേടുകൾക്ക് മുകളിലൂടെ ക്രമേണ ഉരുളുന്നത് അടുത്ത മുകുർത്തി കൊടുമുടിയിൽ നിന്നുള്ള വെളുത്ത മൂടൽമഞ്ഞിൻ്റെ ആകർഷകമായ കാഴ്ച ഏത് മരവിച്ച മനസ്സിനും ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഷൂട്ടിംഗ് പോയിന്റിലേക്ക് പോകുക, മൂടൽമഞ്ഞ് നിറഞ്ഞ പുൽമേടിലൂടെ ചുറ്റി നടന്ന് പ്രകൃതിയുടെ ശാന്തതയിൽ മുങ്ങുക. ഷൂട്ടിംഗ് പോയിന്റിലെ അതിമനോഹരമായ കാഴ്ചകൾക്ക് ശേഷം നമ്മളിപ്പോൾ ഊട്ടി റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഊട്ടി റിസോർട്ടിലെത്തി. ഇനി നമ്മൾ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വരണം. റിസോർട്ടിൻ്റെ പേര് വന്നിട്ട് ലേക്ക് വ്യൂ റിസോർട്ടാണ്. ഇതാണ് റിസപ്ഷൻ. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഒരു 7 മണിയായി. എല്ലാ സ്പോട്ട്സൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റി. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മൾ റൂമിലെത്തി. ഇത് ഫ്രഷൊക്കെ ആയി. ഇപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആ റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് നോക്കുകയാണ്. അപ്പം നമുക്ക് പോയിട്ട് ഡിന്നർ കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ വേഗം പറയാം. പിന്നെ റൂം ടൂറും റിസോർട്ടിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നാളത്തെ വീഡിയോയിലാണ് വരിക. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് നാളത്തെ വീഡിയോയും കാണണം. ഇന്ന് ഞാൻ ഇനി റൂം ടൂറും എല്ലാം കാണിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. ഇപ്പം തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. പിന്നെ രാത്രിയാണല്ലോ, അപ്പോൾ ലൈറ്റിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നാളെ നല്ല വെളിച്ചത്തിൽ റിസോർട്ടിൻ്റെ വിശേഷങ്ങളും റൂം ടൂറും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. റിസോർട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഡിന്നറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിന്നറിന് വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടാണ് ഓർഡർ ചെയ്ത് നോക്കുന്നത്. ബട്ടർ നാൻ, ചിക്കൻ കറി, ഇത്രയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് വേഗം കാണാം.
പിന്നെ ആമിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഓറിയോ ചീസ് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോ മറക്കാണ്ട് കാണണം. നാളെ ഊട്ടിയിലെ ബൊട്ടാനിക്കൽ ഗാർഡൻ അങ്ങനത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.